വെൽക്കം ടു ഓക്സിവേ. എല്ലാവരും ഞാൻ ഓക്സിവേ എന്ന നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിലോട്ട് ഞാൻ വെൽക്കം ചെയ്യാണ്. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഖിൽ. സ്ഥലം എറണാകുളമാണ്. എറണാകുളം പെരുമ്പാവൂരാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇടയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്യുന്നില്ല, ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വളരെ കുറച്ച് നേരത്തെ ഒരു പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം, ഇന്ന് കേൾക്കുന്ന പല ആളുകളും, ഇന്ന് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ പ്രസന്റേഷനിൽ പങ്കെടുക്കുന്ന പല ആളുകളും പലതരത്തിലുള്ള എന്തെങ്കിലും വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സുകളോ എന്തെങ്കിലും ഇൻകം സോഴ്സ് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കേട്ട് പരിചയമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പക്ഷെ പുതിയതായിരിക്കാം. എന്നിരുന്നാലും കേൾക്കുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തതയോടെ അല്ലെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്കിത് ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ പറ്റുന്നതാണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഓഡിയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്സിവേ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ഗ്രൂപ്പാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇത് കുറച്ച് ഓക്സിജനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ഈ തരത്തിലുള്ള ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പറ്റം ലീഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് ഓക്സിവേ. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചെയ്തും ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തും ഈ ബിസിനസ്സിൽ പല ട്രെയിനിങ്ങുകൾ എടുത്തും പല അറിവുകളുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഓക്സിവേ. ഇത് എന്തിനെ റിലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ നടുക്ക് കാണുന്ന ചിഹ്നം തന്നെ നിങ്ങൾക്കറിയാം. 2018 മുതൽ ഇന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു അടിപൊളി കമ്പനി എന്ന് പറയാൻ പറ്റും. എക്സ്ട്രാ ഓർഡിനറി ഒരു കമ്പനിയാണ്, ലോഗോയാണ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് അല്ലെ. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഇന്ന് വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയാണ്. എനിക്കറിയാം, ഇന്ത്യയിൽ തന്നെ 1998 മുതൽ ഇന്ത്യയിലും നമുക്ക് പരിചിതമാണ് അല്ലെ. പല കമ്പനികളായിട്ടും പലതരത്തിലും ഡയറക്ട് സെല്ലിംഗ് പരിചയമാണ് അല്ലെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന്. എന്നാൽ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം ടേൺ ഓവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് ഇതിന്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ തന്നെ പല കമ്പനികളുണ്ട്, നമുക്കറിയാവുന്ന പല കമ്പനികളുണ്ട്. നമുക്കറിയാം, ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ തന്നെ ഏറ്റവും ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ് നമുക്ക് പറയാവുന്ന ആംബേ തന്നെ ഓരോ വർഷവും ബില്യൺ കണക്കിന് ടേൺ ഓവർ ആണ് ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കുറെ അധികം അല്ലെ. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ധാരാളം കമ്പനികളുണ്ട്, നമുക്ക് എടുത്തു പറയേണ്ട പല കമ്പനികളുണ്ട്. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് 2030 ആകുമ്പോഴേക്കും വലിയ വലിയ രീതിയിലുള്ള വളർച്ച, ഏകദേശം ഒരു 328 ബില്യൺ ഡോളർ അത്രയും വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്കത് ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ആയിട്ട് ഒരു കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കമ്പനിയുടെ പേര് ഓക്സിജനോ എന്നാണ്. അറിയാം, പല ആളുകൾക്ക് അറിയാം ഇതിനെക്കുറിച്ച് ഓക്സിജൻ എന്താണെന്നും. ജസ്റ്റ് ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. 2018 ഓഗസ്റ്റ് 9 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനി. എന്താണ് ഈ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2018 ഓഗസ്റ്റ് 8-നാണ് നമുക്ക് ഇന്ത്യയുടെ ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഈ ഡയറക്ട് സെല്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇതിനെ കുറച്ചും കൂടി അല്ലെ ഒരു നിയമ സാധ്യതയിൽ വരുത്തുന്ന റൂള് ഇറങ്ങിയ ഒരു ദിവസമായിരുന്നു 2018 ഓഗസ്റ്റ് 8. അതിന്റെ പിറ്റേ ദിവസം ലോഞ്ച് ചെയ്ത ഒരു കമ്പനിയാണ് ഓക്സിജനോ. ഇതിന്റെ രജിസ്റ്റേർഡ് കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂർ ആണ്. അതുപോലെ ഇതിന്റെ സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിന്റെ ഹെഡ് ചെയ്തിരിക്കുന്ന എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും ഓരോ മേഖലയിലെ എക്സ്പേർട്ട് ആളുകളാണ്. ചിലപ്പോ ചില ആളുകൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലാണെങ്കിൽ, ചില ആളുകൾ നമ്മുടെ ഇതിന്റെ പ്രൊഡക്റ്റ് ബേസ് ആണെങ്കിൽ, പലരും പല രീതിയിലുള്ള ഓരോ മേഖലയിലും എക്സ്പേർട്ട് ഉള്ള ആളുകളാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ. ഇനി പറയുകയാണെങ്കിൽ 6 വർഷം സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. എല്ലാവിധ റൂൾസും റെഗുലേഷൻസും സർട്ടിഫിക്കറ്റും ഉള്ള ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ ഓക്സിജനോ.
ഇനി ഈ കമ്പനിയുടെ വിഷൻ അല്ലെങ്കിൽ വിഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. 2035 ആകുമ്പോഴേക്കും അല്ലെ 500 ഫോർച്യൂൺ കമ്പനീസിലെ ലോകത്തിലെ തന്നെ 500 ഫോർച്യൂൺ കമ്പനീസിൽ ഒരാളായിട്ട് മാറുക, ഏറ്റവും വലിയ ആളായിട്ട് മാറുക. അതുപോലെ തന്നെ ഹെൽത്ത് റിച്ച്നെസ് അല്ലെ, നമുക്കറിയാം ആരോഗ്യവും സമ്പത്തും നമുക്ക് അത്യാവശ്യമാണ് അല്ലെ. നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് ലൈഫിൽ സന്തോഷം ഉണ്ടാവാറില്ല. അതിനൊപ്പം സമ്പത്തും വേണം. സമ്പത്ത് ഉണ്ടെങ്കിൽ എന്താ കാര്യം, അവിടെ ആരോഗ്യം ഇല്ലെങ്കിൽ ഇത് നമുക്കല്ലേ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുക എന്നുള്ള ഒരു കാര്യം, അത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതല്ല ലോകത്തിലെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വിഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനിയാണ് ഓക്സിജനം. ഓക്കെ, എല്ലാവിധ സർട്ടിഫിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാം ഓൾമോസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഇതിന്റെ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ സർട്ടിഫിക്കറ്റ്സും ഇതിന് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെ നമുക്ക് ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അബ്ദുൾ അർഷാദ് എന്നൊരു വ്യക്തിയാണ് ഈ കമ്പനിയുടെ വിഷണറി ഫൗണ്ടർ. അതായത് പറയുകയാണെങ്കിൽ ഏകദേശം 20 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അബ്ദുൾ അർഷാദ്. മാത്രമല്ല അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ബേസ് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ എഡിസൺ ഫ്രാൻസ് അല്ലെ, നമുക്കറിയാം പല യൂട്യൂബ് വീഡിയോസിലും പല കമ്പനികൾ വർക്ക് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഈ വ്യക്തി എന്നുള്ളത്. ഈ വ്യക്തിയാണ് നമ്മുടെ കോർപ്പറേറ്റ് ട്രെയിനർ, നമുക്ക് വേണ്ടിയുള്ള എല്ലാവിധ ട്രെയിനിങ് തരുന്ന വ്യക്തിയാണ്. അതുപോലെ കോർപ്പറേറ്റ് മെന്റർ പ്രേംലാൽ എന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ മൻസൂദൻ MD, ഉബൈദ് ഡയറക്ടർ. അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, നമുക്ക് ബാക്കിലാണ്. ഓക്കെ, ഒരു വ്യക്തിയും കൂടെ ഉണ്ട്, ഡീറ്റെയിൽസ് പരിചയപ്പെടാം. ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. ഡോക്ടർ സജീവ് കുമാർ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ നമുക്കറിയാം. നമ്മുടെ ഓക്സി എന്താന്ന് പറഞ്ഞാല് ഓക്സിജൻ എന്ത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാല് ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളാണ് അല്ലെ. നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് തന്നെ ബേസ് ആണ്. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ബിസിനസ്സുകളൊക്കെ അല്ലെ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹെൽത്ത് കെയർ അല്ലെ വെൽനെസ് ബേസ്ഡ് ആണ്. വെൽനെസ് ഇൻഡസ്ട്രി ആണ് ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ബിസിനസ് എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ലോകത്തിലെ പല സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ബിസിനസ് ഇപ്പൊ ബില്യൺ ഒക്കെ കണ്ടു അല്ലെ, ബില്യൺ കണ്ടു, ട്രില്യൺ അല്ലെ, ശതകോടി അല്ലെ. ശതകോടീശ്വരന്മാരെ ഇനി കാണാൻ പോകുന്നത് അത് വെൽനെസിന് ബേസ് ആയിരിക്കും എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഒരു നിങ്ങളെല്ലാം ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഓണസദ്യ അല്ലെ. വളരെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൊറിഞ്ഞനം അല്ലെ, നമുക്കൊരു ചെടിയാണല്ലോ, നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചെടിയാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഔഷധ ഗുണമുണ്ടെന്ന് കണ്ടെത്തി ചെയ്തും അതിനെ ബേസ് ചെയ്തിട്ട് പല പഠനങ്ങളും നടത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സജീവ് കുമാർ എന്നാണ്. അദ്ദേഹം ആയുർശ്രീ പത്മ ഫൗണ്ടർ കൂടിയാണ്, ആയുർവേദ CEO ആണ്, പിന്നെ റിസർച്ചർ ആണ് അല്ലെ, എത്തനോ മെഡിസിൻസ് റിസർച്ചർ ആണ്, ഫോർമർ പ്രിൻസിപ്പൽ ഓഫ് സയന്റിസ്റ്റ് ഓഫ് റിസർച്ചർ ഇൻ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയുടെ ഫോർമർ പ്രിൻസിപ്പളും കൂടിയാണ് ഇദ്ദേഹമാണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ ലീഡ് ചെയ്യുന്ന വ്യക്തി. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ സയന്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ഓക്കെ, ദെൻ AV സുരേഷ് കുമാർ MD ആയൂർ, നമ്മുടെ ഇദ്ദേഹം ഡിജിറ്റൽ മെഡിക്കൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ന്യൂട്രീഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഇദ്ദേഹമാണ് നമ്മുടെ ഓക്സി വെൽനെസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. അപ്പൊ നമുക്ക് ഓരോ മേഖലയിലും നമുക്കറിയാം നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വെൽനെസ്സിലാണ്. അപ്പൊ ആ വെൽനെസ്സിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ പ്രൊഡക്ട്സുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഉണ്ട്, കമ്പനിയുടെ സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ വഴി അയച്ചു തരാം പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ. ഞാൻ ഈ സമയം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്കമിങ് പ്രൊഡക്ട്സുകളൊക്കെ അതിനകത്തുണ്ട്. ഹിബിസ്കസ് ടീ, സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടീ ആൻഡ് കോഫി. നമ്മൾ സാധാരണ ടീ കോഫിക്ക് പകരം ഉപയോഗിക്കാവുന്ന നമ്മുടെ ഹെൽത്തിന് ബന്ധപ്പെട്ടുള്ള ടീ ആണ്. സീറോ കൊളസ്ട്രോൾ മസാല അല്ലെ, പെക്ടോ പിൽസ്, മൗത്ത് വാഷ്, ഹെയർ ന്യൂട്രീഷണർ, വീരിയ എനർജി ഡ്രിങ്ക് ആണ്. ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഓൾറെഡി നമുക്ക് 19ഓളം പ്രൊഡക്ട്സുകൾ ഉണ്ട്, പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കമ്പനിയുടെ സർട്ടിഫിക്കേഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോ ദെൻ എന്താണ് ഈ കമ്പനിയുടെ ബിസിനസ് അല്ലെ, നമുക്ക് അതാണ് അറിയേണ്ടതല്ലേ. പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ കമ്പനി തരുന്ന ഒരു ബിസിനസ് പ്ലാൻ എന്താണെന്ന് നോക്കാം. ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനുകൾ കമ്പനിക്ക് ഇവിടെ ഉണ്ട്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ്. നമുക്കറിയാം നമുക്കൊരു പ്രൊഡക്റ്റ് കമ്പനിയുടെ ഒരു ID എടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാനൊന്നും വേണ്ട അല്ലെ, ഒരു പേരും ഒരു ID നമുക്കൊരു പാസ്വേഡും കിട്ടുന്നുണ്ടാവും.
ഈ ഐഡി വഴി നമ്മൾ കമ്പനിയുടെ കസ്റ്റമർ ആവാം, ഒരു പൈസയും കൊടുക്കണ്ട, ഒരു സ്പോൺസർ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഈ ഐഡി ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, നമുക്ക് പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് അത് കിട്ടുന്ന റീറ്റെയിൽ പ്രൈസിൽ നിന്ന് നമുക്ക് MRP ഡിഫറൻസ് നമുക്ക് വാങ്ങിക്കാം, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ധാരാളം ആളുകൾ 6 വർഷം, കമ്പനിയിൽ 6 വർഷമായി, 6 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് പ്രൊഡക്റ്റുകൾ കൊടുത്ത് റീപർച്ചേസിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ, 3 ടൈപ്പിലുള്ള ഇൻകം തരുന്ന 5 ക്ലബ്ബുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ ആണ് കമ്പനിയുടെ അടുത്തത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കൂടുതൽ അറിയാൻ പോകുന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 8 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ട് എന്നെ എക്സൈറ്റഡ് ആക്കി എന്ന് പറയാൻ കാരണം ഈ ഒറ്റ പ്ലാന്റെ കാര്യം തന്നെയാണ്. അതിൽ റീപർച്ചേസ് പ്ലാൻ 5 തരത്തിലുള്ള വരുമാനം തരുന്ന റീപർച്ചേസ് പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം അല്ലെ. ഇതാണ് ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. നമുക്ക് 5 തരത്തിലുള്ള ക്ലബ്ബുകൾ ഉണ്ട്. ഒന്ന് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഉണ്ട്, പ്രീമിയം ഉണ്ട് അല്ലെ, ബില്യൺ ക്ലബ്ബ് ഉണ്ട്, ബില്യൺ ഉണ്ട്, ട്രില്യൺ ഉണ്ട്. ട്രില്യൺ ക്ലബ്ബ് നമുക്ക് ബാക്ക് കാണാൻ അറിയാൻ പറ്റും. ട്രില്യൺ ക്ലബ്ബ് അങ്ങനെ 5 ക്ലബ്ബുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 5 ക്ലബ്ബുകളെ കുറിച്ച് പഠിക്കാം. അത് മാത്രമല്ല നമുക്ക് 3 തരത്തിലുള്ള ബോണസ് തരുന്നുണ്ട് കമ്പനി. ടീം ബോണസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ബോണസ് ഉണ്ട്, ഇന്റർനാഷണൽ ടേൺ ഓവർ, കമ്പനിയുടെ ഇന്റർനാഷണൽ ടേൺ ഓവറിൽ നിന്നുള്ള ഒരു വരുമാനം കമ്പനി തരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാധാരണ ഈ കമ്പനിക്ക് ഏകദേശം 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് ജനറേഷൻ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ഇന്ന് അല്ല നമുക്ക് പല, ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ജനറേഷൻ പ്ലാനിൽ 2016 മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബൈനറി പ്ലാനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ബിസിനസിനെ കുറിച്ചും എന്താണ് ജനറേഷൻ പ്ലാൻ എന്നും എന്താണ് ബൈനറി പ്ലാൻ എന്നും ഞാൻ നേരിട്ട് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി വരുത്തിയാണ്. നമുക്കറിയാം ജനറേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് അല്ലെ, നമുക്ക് ലോങ് ടൈമിൽ കിട്ടുന്ന വരുമാനമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ വലിയ പാടാണ്. കാരണം നമ്മളൊരു ടീം ഡെവലപ്പായി അതിൽ നിന്ന് ആളുകൾ വന്ന് കൺസ്യൂമർ വന്ന് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. പല ജനറേഷൻ പ്ലാനുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വർഷങ്ങളെടുത്ത് ചിലപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ടീം ബിൽഡ് ചെയ്ത് അവരുടെ പർച്ചേസിലൂടെ ആയിരിക്കും വലിയൊരു വരുമാനത്തിൽ എത്തുന്നത്. പക്ഷെ അതിങ്ങനെ ഓൺഗോയിങ് കിട്ടിക്കൊണ്ടിരിക്കും. പല വലിയ വലിയ കമ്പനികളുടെ അടുത്ത് അറിയാൻ പറ്റും, വലിയ വലിയ കാശ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ 10 വർഷം, 12 വർഷം, 14 വർഷം വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. പക്ഷെ ബൈനറി പ്ലാൻ വളർത്തുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് സഡൻ ആയിട്ട് തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാനുകളാണ് ബൈനറി പ്ലാനുകൾ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പലതും ലോങ് ടൈമിലോട്ട് റൺ ചെയ്യില്ല. 2-3 വർഷം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയി പോകാറുണ്ട്. അവിടെയാണ് പല കമ്പനികളും ഹൈബ്രിഡ് പ്ലാൻ അല്ലെ, നമുക്ക് ജനറേഷൻ പ്ലാനും ബൈനറിയും കൂടി മിക്സ്ഡ് ആയിട്ട് പല പ്ലാനുകളും വന്നിട്ടുണ്ടായിരുന്നു. പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. ഞാൻ പല കമ്പനികളുടെ പ്ലാനുകൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ എന്താ പറഞ്ഞാൽ അമേരിക്കൻ ബാങ്ക് സിസ്റ്റം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം ഉണ്ടായി, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പ്ലാനാണ് അമേരിക്കൻ ബാങ്ക് സിസ്റ്റം. സെയിം പ്ലാൻ തന്നെയാണ് ഇവിടെയും കമ്പനി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ആണ് എന്നെ എക്സ്റ്റും കൂടി എക്സൈറ്റഡ് ആയിരിക്കുന്നത്. വേറൊരു കമ്പനിയിൽ നിന്നും ചൂസ് ചെയ്യാതെ തന്നെ എന്തുകൊണ്ട് ഈ കമ്പനി ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാലും ഈ ഒറ്റ പ്ലാൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആകെ വേണ്ടത് 10 RP. നമുക്കൊരു ബിസിനസ് വോളിയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു 10 RPയുടെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ബിസിനസ് ജോയിൻ ചെയ്യാൻ ഫ്രീ ആണ് അല്ലെ, നമുക്ക് ഐഡി എടുക്കാൻ ഫ്രീ ആണ്, കസ്റ്റമർ ആവാം, പ്രൊഡക്റ്റ് വാങ്ങിക്കാം, അതിൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാം. നമുക്കൊരു ബിസിനസ് തരത്തിൽ വരുമാനം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നമുക്ക് വരുമാനം വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു 10 RPയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. കമ്പനിയുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. 999 രൂപ മുതൽ 4500 വരുന്ന വലിയൊരു സെഗ്മെന്റ്, പ്രൊഡക്റ്റിന്റെ സെഗ്മെന്റ് കമ്പനി തരുന്നുണ്ട്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി 999 രൂപ സാനിറ്ററി നാപ്കിൻ ഉണ്ട്, നമുക്ക് ലേഡീസിനൊക്കെ ഉപയോഗിക്കുന്ന 24 പാക്കറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന് മുകളിൽ 1250, 1400. പിന്നെ ടീ, പുതിയ ലോഞ്ച് ആയിട്ട് ടീ വന്നിട്ടുണ്ട് 3 തരത്തിലുള്ള. ഇങ്ങനെ പല പ്രൊഡക്റ്റ് സെഗ്മെന്റ് റേഞ്ച് പ്രൊഡക്റ്റുകളുണ്ട്. 10 RP വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു സാധാരണ കസ്റ്റമറിൽ നിന്ന് മാറി ഒരു ബിസിനസ്സുകാരിലോട്ട് ചേഞ്ച് ആവുകയാണ്. ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വ്യക്തിയിലോട്ട് നമ്മൾ ചേഞ്ച് ആവുകയാണ്. ഇങ്ങനെ ചേഞ്ച് ആയി കഴിയുമ്പോൾ ഇത് നമ്മളൊന്ന് വ്യക്തിയാണ് എന്ന് കാണാൻ പറ്റും. ഇത് നമ്മളൊന്ന് വ്യക്തിയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു, നമ്മളെ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആക്കി, നമ്മൾ എ എന്നൊരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചൂസ് ചെയ്ത് വിചാരിക്കുക. എന്നാലും നമ്മൾ വരുമാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് നമ്മൾ ഷെയർ ചെയ്തപ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ആരോടും ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എന്താണ് നമുക്ക് ഇത് എ എന്നൊരു വ്യക്തി നമുക്ക് സ്റ്റാർട്ടായി. എ എന്നൊരു സ്റ്റാർട്ടായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ഫസ്റ്റ് വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൽ ഇൻസെന്റീവ്, നമുക്കൊരാളെ ടീം ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണസ് ആണ്. ടീം ബോണസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു
സ്റ്റാർട്ടപ്പ് ബോണസ് എന്ന് പറയും. ഒരാളെ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് സാധാരണ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ താഴെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചാനൽ ഉണ്ടാവും. രണ്ടുപേരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ രണ്ടുപേരും പെയർ മാച്ച് ആയി കഴിയുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടാറ്. ഇവിടെ നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അല്ലെ ഒരു 999 അല്ലെ 999 രൂപയുടെ ഒരു ബിസിനസ് പാക്കേജ് എടുത്ത് വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നു അയാൾക്ക് ഒരു വരുമാനം, ഒരു പ്രൊഡക്റ്റ് വേണം, അയാൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഐഡി എടുത്ത പ്രൊഡക്റ്റ് വാങ്ങുന്നെങ്കിൽ അയാളുടെ ബിസിനസ് ഐഡി ആക്ടിവേഷൻ ആവും. ആ സമയത്ത് നമുക്ക് എന്താണ് 50 രൂപ കമ്പനി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ വരുമാനമായിട്ട് തരുന്നുണ്ടാവും. ഈ 50 രൂപ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. നമുക്ക് ഈ 50 രൂപ കിട്ടുന്നത് മാത്രമല്ല, ഇതിന് ശേഷം നമ്മൾ എ എന്ന് മാറി ബി എന്നൊരാളെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ വീണ്ടും കിട്ടും, വീണ്ടും ഒരു 50 രൂപ കിട്ടുന്നുണ്ടാവും. നമ്മുടെ ഡയറക്റ്റ് സ്പോൺസർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും നമ്മുടെ താഴെ 2 ബിസിനസ്സുകൾ ആക്ടിവേഷൻ ആയി. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ താഴെ ലെഫ്റ്റും റൈറ്റും ഓരോ ബിസിനസ് ഐഡികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. ആ ബിസിനസ് ഇവിടെ ഉണ്ടാവും. പക്ഷെ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ സിഇഒ അല്ലെങ്കിൽ കാണാൻ പറ്റും എഫ്ഒ, നമ്മൾ ഒരു ഐഡിയയും കൂടെ അവിടെ താഴെ നമ്മൾ സ്പോൺസർ ചെയ്യോ അല്ലെങ്കിൽ എയോ ബിയോ ഒരാൾ സ്പോൺസർ ചെയ്യുന്നത് 1:2 അല്ലെങ്കിൽ 2:1 എന്ന രീതിയിൽ. ഇപ്പൊ മനസ്സിലാണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചെയ്യാം. ഏത് താഴെ സി വന്ന് വിചാരിക്കുക, നമുക്കപ്പോ 1:2 അല്ലെങ്കിൽ 2:1 എന്ന രീതിയിൽ ആക്ടിവേഷൻ ആവും. ഈ സമയത്ത് നമുക്ക് ഒരു പെയറിനെ നമുക്ക് കിട്ടുന്ന 200 രൂപയാണ്. ദെൻ എന്ത് ചെയ്തു, സി വന്ന് താഴെ എഫ് വന്നു. ഇപ്പൊ നമ്മൾ എയും ബി യെ കൊണ്ടുവന്നു. എ എന്നൊരു വ്യക്തി സി എന്നൊരു വ്യക്തിനെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 200 കിട്ടി. ബി എന്ന് വ്യക്തി എഫിനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് 1:2:1 ആവശ്യമില്ല. സ്റ്റാർട്ടിങ് മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിയും എഫും കൂടി നമുക്ക് പെയർ ആയിട്ട് നമുക്ക് 200 ഇടുന്നുണ്ടാവും. ഇങ്ങനെ നമുക്കല്ലേ സിയും ഡിയും ഓരോരുത്തരെ കൊണ്ടുവന്നു. ഈ എഫ് വന്നപ്പോൾ രണ്ടുപേരൊന്നും അല്ല, ഓരോ ലൈനിൽ രണ്ടുപേര് വന്നു. 2:2 400 ആയി അല്ലെ. ഒരു ജോഡിക്ക് 200, ഒരു പെയറിന്റെ 200 ആണെങ്കിൽ 2 ജോഡി വരുമ്പോൾ 400 ആവും. ഇങ്ങനെ 5 ജോഡി ഒരു ദിവസം, എല്ലാ ദിവസവും ഉണ്ട് നമുക്ക് ഇതിന്റെ ഇത് വരുന്നത്, ക്ലോസിംഗ് വരുന്നത്. ഒരു മാസമൊന്നുമല്ല, പലപ്പോഴും പല ബിസിനസ്സുകളിൽ ഓരോ മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുകയാണ് പൈസ വരുന്നത്. ഓരോ മാസം 1 ടൈം കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഓരോ ദിവസവും എന്താണ് ഇത് പെയർ മാച്ച് വരുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് പിന്നെ പേ ഔട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു ബൈനറി സിസ്റ്റത്തിൽ വരുമ്പോൾ നമുക്കൊരു സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും. ഇവിടെ സീലിംഗ് ലിമിറ്റ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും അല്ലെ. 25 ജോഡി അല്ലെ, 25 ജോഡി ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, 25 ജോഡി വരുന്ന സമയത്ത് 25:25 സീലിംഗ് ലിമിറ്റ് എത്ര, 5000 രൂപ നമുക്ക് സീലിംഗ് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഞാൻ ഒന്ന് അറേഞ്ച് നോക്കാം ഒന്നുകൂടി. ഓക്കെ, 5000 രൂപ നമുക്ക് ഇവിടെ വരുമാനം കിട്ടുന്നുണ്ട് അല്ലെ ഒരു ദിവസം. ഇനി ഇതിന്റെ മുകളിൽ 26ാമത്തെ ഒരു ദിവസം 26,000 വന്നാലോ, ഒരിക്കലും കിട്ടില്ല. കാരണം അത് വാഷ് ഔട്ട് ആയി പോകുന്നുണ്ടാവും. നമുക്ക് 25 ജോഡിക്കാണ്. എല്ലാ ബിസിനസ്സിലെ പോലെ തന്നെ 25 ജോഡി ഇവിടെ 5000 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടാവും. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ബൈൻഡിൽ കിട്ടുന്ന ഫസ്റ്റ് കിട്ടുന്ന വരുമാനം. 1:1 നമുക്ക് കാണാൻ പറ്റുന്ന സീലിംഗ് ലിമിറ്റ് മാക്സിമം 5000. പക്ഷേ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൺ സൈഡ് എന്താണ്, നമുക്ക് ഒരു സൈഡ് 25 ഒരു സൈഡ് 10 തന്നിട്ടുണ്ടെങ്കിൽ 10 പെയർ മാച്ച് ആയിട്ട് നമുക്ക് 2000 കിട്ടും. ബാക്കി ഈ സൈഡിൽ 15 എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. നമുക്ക് മിക്ക ബിസിനസ്സുകളുണ്ട് ക്യാരി ഫോർവേഡ്, പല ബിസിനസ്സുകളുണ്ട്. സീറോ ആയി പോണ ബിസിനസ്സുകൾ വളരെ കുറവാണ്. ക്യാരി ഫോർവേഡ് പിറ്റേ ദിവസത്തേക്ക് കിട്ടും. പിറ്റേ ദിവസം എത്ര സീലിംഗ്, എത്ര ഐഡി വരുന്നുണ്ട്, സീലിംഗ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇതാണ് നമുക്ക് വരുന്ന ഒരു വരുമാനം. ഇനി വേറൊരു കാര്യം കൂടി അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നത്തല്ലേ, നമുക്കിത് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് എന്ന് പറയും. രണ്ടാമത്തെ ക്ലബ്ബ് പറയാം. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ക്ലബ്ബാണ് പ്രീമിയം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. കണ്ടോ, സ്റ്റാർട്ടപ്പ് പ്രീമിയം. ഈ സ്റ്റാർട്ടപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെറുമല്ല 999 രൂപ മതിയെങ്കിൽ പ്ലസ് ഒരു കൊറിയർ ചാർജ് വരും. നമുക്കൊരു 100 വരുന്നുണ്ട്, ആവശ്യം 1100 രൂപ നമുക്ക് വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ആക്റ്റീവ് ചെയ്യാൻ. പ്രീമിയം ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് വരുന്നത്. പ്രീമിയം ക്ലബ്ബിൽ ആക്ടിവേഷൻ ആവണമെങ്കിൽ 10,000 രൂപ പർച്ചേസ് കമ്പനിയിൽ നമ്മൾ നടത്തണം. മില്യൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോഴാണ് നമ്മൾ മില്യൺ ക്ലബ്ബ് ആക്റ്റീവ് ആവുന്നത്. ബില്യൺ എന്ന് പറഞ്ഞാൽ 10,00,000 രൂപയുടെ ക്ലബ്ബ്, 10,00,000 രൂപയുടെ ബിസിനസ് നമ്മൾ ചെയ്യും, കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബില്യൺ ക്ലബ്ബ് ആവുന്നത്. ട്രില്യൺ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് മാത്രമേ ട്രില്യൺ ക്ലബ്ബ് ആവുള്ളൂ. ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് അല്ലേ. സ്റ്റാർട്ടപ്പ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് 1000 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നത്. പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, ബാക്കി അത് ചെയ്യാം. ഇനി 10,000 ക്ലബിലോട്ട് ആവാൻ എന്താണ് 10,000 രൂപ മുടക്കേണ്ടി വരും. മിക്ക ബിസിനസ്സുകൾ എന്താണ്, നമുക്ക് ഇവിടെ വേറെ കാര്യം പറയാം. നമുക്ക് ഒരു ഐ ഡി വെക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ഐ ഡിയിൽ 5000 രൂപ ആണെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യാറില്ലേ, നമുക്ക് ഒരു പാൻ കാർഡിൽ 3 ഐ ഡി 5 ഐ ഡി 10 ഐ ഡി വെക്കുന്ന സ്ഥലങ്ങൾ പല കമ്പനികളുണ്ട്. ഇല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിൽ വെക്കാം അല്ലെ. കൂടുതൽ ഐ ഡി എടുത്താൽ കൂടുതൽ വരുമാനമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിൽ ഞാൻ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ വെച്ചോളൂ. അതിനുശേഷം ബിസിനസ് ബിൽഡ് ചെയ്തു. അപ്പോൾ വരുമാനം കൂടുതലുണ്ടപ്പോൾ എനിക്ക് പിന്നെ രണ്ടാമത് ഐഡി വെക്കാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി എന്റെ ലെഫ്റ്റ് ഐഡി ചെല്ലുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കമ്പനി ഓപ്ഷൻ തരുന്നുണ്ട്.
നമ്മൾ ഒരു ഐ ഡി നമ്മുടെ പാൻ കാർഡിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെ എയും ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഐഡിയ ആയിട്ട് ഒരു മിറർ പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇപ്പോൾ ഇത് എന്റെ പേര് അഖിൽ എന്നാണ്. അപ്പൊ അഖിൽ 01 ആണെങ്കിൽ ഇത് 0203 എയും ബിയും 0203 രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ കമ്പനിയുടെ കമ്പനി നമുക്ക് ഐ ഡി തരും. അത് നമ്മൾ ഒരു ഐ ഡി വെച്ചാൽ മതി, ഓട്ടോമാറ്റിക് രണ്ടും മൂന്നാമത്തെ ഐ ഡി നമുക്ക് അവിടെ താഴെ ലെഫ്റ്റ് റൈറ്റും വരും. നമുക്ക് ആക്ടിവേഷൻ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിന്റെ താഴെ നമ്മൾ ബിസിനസ് ബിൽഡ് പോയി കഴിയുമ്പോൾ നാളെ വേണമെങ്കിൽ നമുക്ക് ഈ ഐ ഡി ആക്ടിവേഷൻ ആക്കാം. അപ്പോൾ ഒരു പാൻ കാർഡിൽ ഒരു ഐ ഡി അടിക്കാൻ പറ്റുള്ളൂ, ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടും മൂന്നും നമ്മൾ തൊട്ട് താഴെയുള്ള രണ്ട് ഐ ഡിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ഐ ഡി അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഐ ഡി ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്താലും നമുക്ക് ഈ 5000 രൂപ വരുമാനം ഉണ്ടാകാം. ഓട്ടോമാറ്റിക് ആയിട്ട് വരുമാനം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബാക്കി രണ്ടും കൂടെ ആക്ടിവേഷൻ ചെയ്താൽ നമുക്ക് 5000 × 3 15,000 നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതൊക്കെ വരുമാനമൊക്കെ വർക്ക് ചെയ്ത് അപ്പോഴാണ് നമുക്ക് 10,000-ന്റെ ക്ലബിലോട്ട് ആവണം. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, 10,000 കയ്യിൽ നിന്ന് മുടക്കി ആ ക്ലബിൽ അഡ്ജഷൻ ആവും അല്ലേ. അന്ന് ഞാൻ പറയുന്നു അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ വേറൊരു പൈസയും മുടക്കണ്ട. ഞാൻ പറയുന്നു ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ എക്സൈറ്റഡ് ആയ കാര്യമാണ് ഈ ബിസിനസ്സിൽ 1000 രൂപ ഒരാള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു. ഒരിക്കലും മുടക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു മുടക്ക് മുതൽ എന്നല്ല, ബിസിനസ് ആകുമ്പോൾ ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. മുടക്ക് മുതൽ തന്നെ പറയാം. നമ്മളിത് സ്റ്റാർട്ടപ്പ് ചെയ്തു ഈ ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആക്കി വരിക. വേറെ ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട. ഒരു പർച്ചേസും ചെയ്യാൻ പറയണമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ, ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ, 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി പ്രൊഡക്റ്റുകളാണ്, നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇനി എങ്ങനെയാണ് 10,000-ന്റെ ക്ലബിലോട്ട് മാറുന്നത്? കാരണം നമുക്ക് ഇവിടെ 5000 ആണെങ്കിൽ 10,000-ന്റെ ക്ലബിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം 20,000 രൂപയാണ് സീലിംഗ് വരുന്നത്. 1,00,000-ന്റെ ക്ലബിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം 2,00,000 വരുമാനമുണ്ട്. അപ്പൊ എങ്ങനെ ആക്ടിവേഷൻ ആക്കാൻ പറ്റും? ഇവിടെയാണ് കമ്പനി നമുക്ക് തരുന്ന ഓട്ടോമാറ്റിക് അപ്ഗ്രേഡ് പ്ലാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ മൂന്നാമത്തെ, ഇപ്പൊ നമ്മൾ എയും ബിയും വന്നപ്പോൾ ഫസ്റ്റ് ലെവൽ വന്നു, സിയും ഡിയും ഈ സെക്കൻഡ് ലെവലാണ്. ഈ എക്സും വൈയും വന്നിരിക്കുന്നത് മൂന്നാമത്തെ ലെവലാണ് നമ്മുടെ, അല്ലെ. നമുക്ക് നമ്മൾ ഇന്ന് നമ്മുടെ താഴെ ഒരു ഐ ഡി ആക്ടിവേഷൻ ആയി, നാളെ അതിന്റെ താഴെ ഒരു ഐ ഡി ആക്ടിവേഷൻ ആയി, മൂന്നാമത്തെ ദിവസം ഇതിന്റെ താഴെ 2 ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ഈ ആക്ടിവേഷന്റെ 200 രൂപ നമുക്ക് കിട്ടില്ല. കാരണം ഈ ആക്ടിവേഷന്റെ 200 രൂപ ഇത് ഫോർവേഡ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത പ്ലാനിലോട്ട് കമ്പനി മാറ്റി വെക്കും. എന്നുവെച്ചാൽ ഈ 200 രൂപ നേരെ 10,000-ൽ ആഡ് ചെയ്യും. ബാക്കി 9,800-ന്റെ ആവശ്യമുള്ളൂ. ഇനി 3 കഴിഞ്ഞ് 6, എല്ലാ 3 ഇന്റർവെല്, 3 കഴിഞ്ഞ് ആറാമത്തെ ഇത് വരുമ്പോ, ആറാമത്തെ ഇന്റർവെൽ വരുമ്പോ, ഇപ്പൊ 3 ആണെങ്കിൽ 4, 5, ആറാമത്തെ വരുമ്പോ ആറാമത്തെ 200 രൂപ മുകളിലോട്ട് പോകും, 9ാമത്തെ 200 രൂപ മുകളിലോട്ട് പോകും. ഇപ്പൊ അടുത്ത പേജ് കാണാൻ പറ്റും. എന്താ, മൂന്നാമത്തെ ഇത് അടുത്ത പ്ലാനിലോട്ട് പോയി, ആറാമത്തെ 9ാമത്തെ 12, 15, 18, ഇങ്ങനെ 24 വരെ. 3, 6, 9, 12, 15, 18, ഇങ്ങനെ 24 വരെ എന്താ 10,000 രൂപ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ സീലിംഗ് ആയി കഴിഞ്ഞാൽ 5000 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് 1,600 രൂപ, അല്ലെ, 8 ജോഡിയുടെ പൈസ നേരെ എന്ത് പറ്റും, ഈ 10,000-ലോട്ട് ആടാവും. അപ്പൊ ഇന്ന് നിങ്ങൾ 25 ജോഡി സീലിംഗ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,400 രൂപ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, ഈ 1,600 ഇവിടെ ഇത് പോയിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ താഴെ 150 ഐഡിയ വന്നു വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് 25 ജോഡി, അങ്ങനെ നമ്മൾ ഒരു 6 ദിവസം സീലിംഗ് ആയി കഴിഞ്ഞാൽ മതി, നിങ്ങൾ എന്ത് പറ്റും, നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് 10,000-ന്റെ ഐഡിയ ആക്ടിവേഷൻ ആവും. ഇനി എന്താണ് ഗുണം, അല്ലെ? നമുക്ക് 3000, നമ്മുടെ താഴെ നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന് 1,600 മാറി 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 10,000-ത്തിന് ആക്ടിവേഷൻ എന്താ ഗുണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ അടുത്ത പ്ലാൻ ഇതാണ് പ്രീമിയം ക്ലബ്. 10,000-ത്തിന് ആക്ടിവേഷൻ ആകുമ്പോൾ നമുക്ക് പ്രീമിയം ക്ലബ് ആവുന്നുണ്ടാവും. പ്രീമിയം ക്ലബിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്പനി പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട് 10,000-ന്റെ. ആ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും. ഫ്രീ ആയിട്ടാണെന്ന് പറയാം. കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പൈസ മുടക്കിയിട്ടില്ല. നമ്മൾ ബിസിനസ് ചെയ്ത് അതിൽ നിന്നൊരു വിഹിതം എന്താണ്, ഓരോ ഇന്റർവെല്ലിൽ നമുക്ക് 10,000-ന്റെ പ്രീമിയം ക്ലബിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേഷൻ ആയി 10,000 രൂപയുടെ ബിസിനസ് ഐ ഡി ആക്ടിവേഷൻ ആയി നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ എന്ത് ചെയ്യണം, നമ്മുടെ താഴെ ഇവിടെ 10,000 ആൾക്കാർ കൊണ്ടുവന്നു. എന്നാൽ അത് തെറ്റാണ്, അതിന്റെ ഒരു ആവശ്യമില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ എയും ബിയും കഴിഞ്ഞ നേരത്തെ നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്ലാനിൽ പറഞ്ഞ അതേ ആളുകൾ, എയും ബിയും നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. നമ്മൾ 2 സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക. ഇവർ ഇതുപോലെ ബിസിനസ് ചെയ്യുമ്പോൾ ഇവർക്കും വരുമാനം കിട്ടുന്നുണ്ടാവും. ഇവരെ 3, 6, 9 വരുന്നത് അടുത്തതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും, ഈ എയുടെയും ബിയുടെയും 10,000 രൂപ കംപ്ലീറ്റ് ആവുമ്പോൾ ഇവരും നമ്മുടെ താഴോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട്, കമ്പ്യൂട്ടർ ആണ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ വഴി നേരെ നമ്മുടെ താഴോട്ട് ആക്ടിവേഷൻ ആവും. നേരത്തെ നമ്മൾ 1000-ന്റെ പാക്കേജിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എത്രയായിരുന്നു ബോണസ്, സ്റ്റാർട്ടപ്പ് ബോണസ് 50 രൂപയാണെങ്കിൽ ഇവിടെ 500 രൂപ കിട്ടും.
എ വരുമ്പോൾ 500 കിട്ടും, ബി വരുമ്പോൾ 500 കിട്ടും, 1000 രൂപ കിട്ടി. ഇതിന് പെയർ മാച്ച് എത്രയാന്ന് നോക്കിയേ. ഇവിടെ 1:2:1 എന്ന രീതിയിലാണ്, കാരണം അവിടെ നമ്മൾ അങ്ങനെയാണ്. അതേ സെയിം സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2000 രൂപ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പെയർ മാച്ച് ഒരു ജോഡിക്ക് 2000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടാവും, പ്ലസ് 500. അപ്പൊ എയും ബിയും നമ്മൾ കൊണ്ടുവന്നുള്ളതെന്ന് വിചാരിക്കുക, രണ്ടുപേരെ കൊണ്ടുവന്നുള്ളതെന്ന് വിചാരിക്കുക. അവർ ഇതുപോലെ തന്നെ ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ, ഇങ്ങോട്ട് അപ്ഗ്രേഡ് ആയി കഴിയുമ്പോൾ 3000 രൂപ നമുക്ക് കിട്ടും. അപ്പൊ 1000 രൂപയിൽ നമ്മൾ വർക്ക് ചെയ്തു അവിടെ ബിസിനസ് ചെയ്ത് വരുമാനം കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതേ ബിസിനസ്സിന് അതേ സെയിം നെറ്റ്വർക്കിന് നമുക്ക് എന്താണ് ഇവിടെ 3000 രൂപ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ താഴെ 2 ജോഡി 4000 വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം അവിടെ പോലെ 25 ജോഡി ഇല്ല, 10 ജോഡിയാണ് ഇവിടെ സീലിംഗ്. 10 പെയർ മാച്ച് 20,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന വരുമാനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ജോഡിയാകുമ്പോൾ നമുക്ക് 20,000 രൂപ. ഇവിടെയും 10 രൂപ മുകളിലൊന്നും വരും, ഷോർട്ടായി പോകുന്നുണ്ടാവും അല്ലെ, ഇങ്ങനെ പോകുന്നുണ്ടാവും. അടുത്ത ദിവസം വീണ്ടും നമുക്ക് വരുമ്പോൾ വീണ്ടും 20,000 രൂപ. അപ്പോൾ 1000 രൂപയുടെ ശരിക്കും ശ്രദ്ധിക്കണം, 1000 രൂപയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, അടുത്ത ഐഡിയിലോട്ട് ഓട്ടോമാറ്റിക് അപ്ഗ്രഡേഷൻ ആണ്. അവിടെ ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടാവും. ഇതുകൂടാതെ നമ്മുടെ സീലിംഗ് ലിമിറ്റ് 20,000 രൂപ. ഇതേ സെയിം ആളുകളാണ്, പ്രത്യേകിച്ചും വർക്ക് ചെയ്യണ്ട അല്ലെ. നമ്മളിപ്പോ എന്താണ്, നമ്മളൊരു കമ്പനി ജോലി കയറി, ഒരു വർക്കറായിട്ട് ജോലി കയറി, വർക്കറായിട്ട് ജോലി കയറി നമുക്ക് 10,000 രൂപ ശമ്പളമാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സീനിയറായി, നമുക്ക് പ്രൊമോഷൻ കിട്ടി അല്ലെ, സൂപ്പർവൈസർ ആയിട്ട്. സൂപ്പർവൈസർ ആകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ, വരുമാനം കിട്ടണം, പക്ഷെ വർക്ക് ചെയ്യണ്ടേ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്താണ്, നമ്മൾ വൺ ടൈം ചെയ്യുന്ന കാര്യം എന്താണോ അതിന് ലൈഫ് ടൈം ഇവിടെ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഈ റൈറ്റ് നോക്കി അറിയാൻ പറ്റും. ഇവിടെ എന്ത് സംഭവിക്കും, നമുക്ക് അടുത്തൊരു പാക്കേജ് ഉണ്ടെന്നാണ്, 1,00,000 പാക്കേജ് ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ എന്താണ് പവർ വരുന്ന ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് സീലിംഗിന് ഇപ്പൊ ഒരു സൈഡിൽ 10 പേരും ഒരു സൈഡിൽ 5 പേരും വന്നുള്ളെങ്കിൽ 5 ജോഡിയെ ബാക്കി 5 നാളത്തേക്ക് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ, ഇവിടെ 10 ജോഡിയാണ് സീലിംഗ് ലിമിറ്റ് എന്നുള്ളൂ. ദെൻ അടുത്ത ക്ലബ്ബ് അല്ലെ, മില്യൺ ക്ലബ്ബ്, 1,00,000 രൂപയുടെ ക്ലബ്ബ്. ഇവിടെ എന്ത് സംഭവിക്കും, ഈ 10,000 ക്ലബ്ബിൽ നിന്ന് 3, 6, 9 ഇവിടെ നമുക്ക് കുറെ പോകുന്നില്ല, 3, 6, 9 മാത്രമേ പോകുന്നുള്ളൂ. ഈ ചാർട്ട് കൊണ്ട് അറിയാൻ പറ്റും. 3, 6, 9 എത്ര ഉള്ളതാണ്, 10 ഇടയിൽ വരുമ്പോ ഈ 3, 6, 9 വരുള്ളൂ. എല്ലാ 3, 6, 9 പെയർ മാച്ച്. അപ്പൊ 3 × 2000 അല്ലെ, ഒരു ജോഡിക്ക് 2000 ആണെങ്കിൽ 3 ജോഡിക്ക് 6000 രൂപ നേരെ എന്ത് പറ്റും, നമ്മുടെ 1,00,000 ക്ലബിലോട്ട് വരും. ഇത് മാത്രമല്ല, നമ്മുടെ മറ്റേ 1000 വർക്ക് അവിടെ തീർന്നിട്ടില്ല. അവിടെ 3, 6, 9, 12 വന്നോണ്ടിരിക്കുക. കാരണം 10,000 മാത്രമേ ഫില്ലായിട്ടുള്ളൂ. 10,000 ഫില്ലായി കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും പൈസ എന്ത് വരും, അവിടെ നിന്നും നേരെ നമ്മുടെ ഈ 1,00,000 ക്ലബിലോട്ട് വരും. ഇപ്പൊ രണ്ടും കൂടി മിസ്സായി കഴിയുമ്പോൾ പെട്ടെന്ന് 1,00,000 കംപ്ലീറ്റ് ആവും. ഇങ്ങനെ 1,00,000 കംപ്ലീറ്റ് ആയ എന്താ പ്രശ്നം, എന്താണ് ഗുണം, മില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ആവും. മില്യൺ ക്ലബ്ബ് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഈ മില്യൺ ക്ലബ്ബിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെ. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ എയും ബിയോടെ കിടക്കുന്നുണ്ട്, അവർ ഇതുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്, 10,000 എത്തിയ ആളുണ്ട്. അവർ ഇതുപോലെ തന്നെ ഇവിടെ ആക്ടിവേഷൻ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് എത്രയാണ്, 5,000 രൂപയാണ് റെഫറൽ ബോണസ്. ബി വരുമ്പോൾ 5,000. അപ്പൊ രണ്ടുപേരും 10,000 രൂപ കിട്ടി. പെയർ മാച്ച് എത്രയാന്ന് നോക്കിയേ, ഒരു ജോഡിക്ക് 20,000 രൂപ. അപ്പൊ 30,000 രൂപ നമുക്ക് ഓരോ ജോഡിക്കും നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നമുക്ക് എന്താണ്, 10 ജോഡിയാണ് സീലിംഗ്. 10 ജോഡി എന്ന് പറയുമ്പോൾ 2,00,000 രൂപ നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ പ്ലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഈ ഒറ്റ കാര്യം തന്നെയാണ്. ഇവിടെ സീലിംഗ് നമുക്കറിയാം, സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ഔട്ട് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ പവർ സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്ത് തരും. നമുക്ക് ഇതുപോലെ തന്നെ മുകളിലോട്ട് കയറി വരും. മനസ്സിലായത് നിങ്ങൾക്ക്? 1000 രൂപയുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിക്ക് എത്ര രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞാല്, ആ വ്യക്തിക്ക് ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ രണ്ട് എയും ബി എന്നൊരു വ്യക്തികൾ മാത്രം കൊണ്ടുവന്നുള്ളൂ വിചാരിക്കാം, ഓട്ടോമാറ്റിക് അവരിലൂടെ വർക്ക് ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് ഒരു ദിവസം 5,000 രൂപ സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്ന് 5,000 രൂപ സ്റ്റാർട്ടപ്പ് ക്ലബിൽ നിന്ന് കിട്ടുന്നുണ്ട്, 20,000 രൂപ പ്രീമിയം ക്ലബിൽ നിന്ന് കിട്ടുന്നുണ്ട്, 2,00,000 രൂപ മില്യൺ ക്ലബിൽ നിന്ന്. അപ്പൊ 2,25,000 രൂപ ഒരു ദിവസം കിട്ടാൻ നിങ്ങൾ എത്ര രൂപ മുടക്കേണ്ടി വരും എന്ന് പറഞ്ഞാല്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ, ഇത് നിങ്ങൾ ഈ ഒരു വലിയൊരു കൺസെപ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇനി തീർന്നില്ല അതല്ലേ, നമ്മൾ മില്യൺ ക്ലബ് വരെ എത്തിയുള്ളൂ. അടുത്ത ഏതാണ്, ബില്യൺ അല്ലെ, ബില്യൺ ക്ലബാണ്. ഒരു കോടിയാണ്, ഒരു ബില്യൺ ക്ലബ് കൂടി നമുക്ക് വരുന്നുണ്ട് ഇവിടെ. മിസ്സായി പോകുന്നതാണ്. ഒരു ബില്യൺ ക്ലബ് ഉണ്ട് 10,00,000. ഇവിടെ നിന്ന് നമ്മൾ എന്താണ് 3, 6, 9 അല്ലെ, ഇവിടെ 3, 6, 9 നേരെ തിരിച്ച് 10,00,000 ആഡ് ആവും. 10,000 3, 6, 9 വരുന്നുണ്ട്. 1,000 3, 6, 9, 12, 15, 18, 24 എന്ന് പറഞ്ഞ കയറി വരുന്നുണ്ട്. ഇതെല്ലാം 10 ആഡ് ആവുമ്പോൾ 10 എത്രയാണ് വരുന്നത്,
10 ലക്ഷത്തിന്റെ ക്ലബിൽ നമുക്ക് വരുന്നത് ഓരോ ജോഡിക്കും വരുന്നത് 2 ലക്ഷം രൂപയാണ്. അതിൽ ഓരോ ഇത് വരുന്നത് 5000 എന്നല്ല 50,000 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ബോണസ് വരുന്നത്. സീലിംഗ് ലിമിറ്റ് അവിടെ 5 ജോഡിക്കുള്ളൂ ഒരു ദിവസം സീലിംഗ്, അവിടെ 5 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ട്രില്യൺ ക്ലബ്ബ് ഉണ്ട്. ട്രില്യൺ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 1 കോടി രൂപയാണ് പ്ലാന്റ് അല്ലെ. എനിക്ക് 1 കോടി രൂപ വരുന്ന സമയത്ത് ലാസ്റ്റ് പ്ലാനാണ് നമ്മുടെ ട്രില്യൺ ക്ലബ്ബ്. ഈ 1 കോടി വരുമ്പോൾ നമുക്ക് 1 കോടി രൂപയുടെ പ്രൊഡക്റ്റുകൾ ഇതുവരെ കമ്പനി ഈ 10 ലക്ഷത്തിന്റെ 1 കോടിയുടെ പ്രൊഡക്റ്റുകൾ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പൊ 3 ക്ലബ്ബുകളാണ് നമുക്ക് ഉള്ളത്. ഇത് ക്ലബ്ബുകൾ ആരും എത്രത്തോണ്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ ഓട്ടോമാറ്റിക് ആൾ വരുന്ന സമയത്ത് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ MD സൂചിപ്പിക്കുകയുണ്ടായി, ചിലപ്പോൾ നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലബ്ബിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ഐഡിയ ആക്ടിവേഷൻ ആക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് അല്ലെ, ഒരു A എന്നൊരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലബ്ബിൽ വരുമ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടുന്നുണ്ട്. 2 ജോഡിക്ക് 20 ലക്ഷം. അപ്പൊ 25 അല്ലെ 15 10 30 ലക്ഷം രൂപയാണ് 2 പേര് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ 5 ജോഡിക്ക് എത്ര വരുന്നത്, 1 കോടി രൂപ നമുക്ക് ഒരു ദിവസം 5 പേരെന്ന് വെച്ചാൽ വരുന്നത് 1 കോടി രൂപ നമുക്ക് ഒരു ദിവസം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആലോചിക്കുക. ഇതിനുശേഷം നമുക്ക് ഒരു ആക്ടിവേഷനും ഇല്ല, നമ്മളെല്ലാം അവിടെ കംപ്ലീറ്റ് ആവും, ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ആലോചിക്കുക. അപ്പോൾ 1 കോടി രൂപ ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഏത് ബിസിനസ്സിൽ പറ്റുന്നുണ്ട്. 1 കോടി രൂപ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു മാസം ഉണ്ടാവില്ല, ഒരു വർഷം 1 കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് എത്ര രൂപയുടെ ബിസിനസ് ചെയ്യേണ്ടി വരും? ഏത് ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്നത്? ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആലോചിക്കുക. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട്, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം ആണെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും വാങ്ങിക്കാം. സപ്ലിമെന്റുകളൊക്കെ നല്ല റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ആക്ടിവേഷൻ ചെയ്യാം. നിങ്ങളൊന്ന് ഇത് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വരുമാനം വാങ്ങിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പൈസ മുടക്കണ്ട. നിങ്ങൾ 10 ലക്ഷം മുടക്കാനോ 1 കോടി മുടക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ 1 ലക്ഷം മുടക്കാനോ 10,000 മുടക്കാനോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഈ പ്ലാൻ പറഞ്ഞ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പൈസ മുടക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 20,000 കിട്ടുന്നുണ്ടാവും. 1 ലക്ഷത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും വർക്ക് ചെയ്താൽ. അപ്പോ എന്റെ അടുത്ത് ഒരാൾ സംശയം ചോദിച്ചതാണ്, 1 ലക്ഷം രൂപയുടെ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നും ഗുണമില്ല. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ നേരിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രൊഡക്റ്റ് നോക്കിയിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? 1000 റുപ്പീസിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് തുടങ്ങാനും പറ്റുക, അതിനെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ആക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. എനിക്കറിയാവുന്ന പല ആളുകളും ആളുകളും ചെയ്തിരിക്കുന്നത് തന്നെ. ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിന് ഏറ്റവും പ്രോഫിറ്റ് ആക്കി എടുക്കുക എന്നുള്ളത്. ദെൻ ഞാൻ പറയുന്നു, ഒരു 1000 റുപ്പീസിന്റെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, വൺ ടൈം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ പോകാൻ പറ്റും. പലപ്പോഴും ഞാൻ ആളുകളോട് പറയണത് എങ്ങനെയാണ്, ടീം ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പേടിക്കണ്ട. കാരണം ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പവർ എന്ന് പറഞ്ഞാൽ അല്ലെ, ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മാൻ പവർ ആണല്ലേ. ആളുകൾക്ക് ഒരു പഞ്ഞമില്ല ഇവിടെ. വരുമാനം ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ, ഒരു വരുമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് അല്ലെ, നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി പറയാൻ പറ്റണം. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കി ഞാനിത് പഠിക്കും തോറും എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നത് വെച്ചാൽ ഇതിന്റെ വരുമാന സാധ്യതകളാണ്. ഇത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ് എല്ലാ ദിവസവും കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് പറയുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറത്താണ്. അതും കറക്റ്റ് നമുക്ക് ഏത് ഡിസീസ് ആണോ ഉള്ളത് ആ ഡിസീസിനനുസരിച്ചുള്ള നോളജ് ആണ് അവർ തരുന്നത്. ആ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയത് ഉപയോഗിച്ച് നോക്കുക നമ്മൾ. കാരണം ചില കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യക്കാരുണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ലബ്ബുകൾ കയറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഞാൻ സീരിയസ് ആക്കി ഇത് ഇറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഒറ്റ കാര്യം തന്നെ, വെറും 1000 റുപ്പീസിന്റെ ഒരു സ്റ്റാർട്ടപ്പ്. അതിലൂടെ നമുക്ക് അറിയാലേ, വേറെ ഒന്നും വേണ്ട. 3 ക്ലബ്ബ് മാത്രം അച്ചീവ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തുണ്ട്, ഈ ഇതിനകത്ത് 5000 3400 നമുക്ക് കിട്ടുന്നുള്ളൂ, മതി. അടുത്തതിൽ 20,000 3 ജോഡി പോയി കഴിയുമ്പോൾ 6000 പോയി കഴിഞ്ഞാൽ 14,000 ഉള്ളൂ. അപ്പൊ 14,000 × 3 17,400 അല്ലെ. പ്ലസ് 2 ലക്ഷത്തിന്റെ 1 ലക്ഷത്തിന്റെ പ്ലാനിൽ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നുള്ളൂ. അതില് അല്ലെ നമുക്ക് ഏകദേശം 1,40,40,000 രൂപ കിട്ടുള്ളൂ. മതി. നമുക്ക് ഏകദേശം 1,54,000 രൂപ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ദിവസത്തെ വരുമാനം ക്രിയേറ്റ്. 1,54,000 എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്രയാന്ന് വെച്ച് നോക്കി, 1.5 കോടിക്കല്ലേ, 4 കോടിക്ക് അടുത്തായി. 1,50,000 ഒരു ദിവസം എന്ന് പറഞ്ഞാല് 30 ദിവസം എന്ന് പറയുമ്പോൾ എത്രയായി അല്ലെ? ഏകദേശം പറയുകയാണെങ്കിൽ അല്ലെ 35 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഒരു ദിവസം അല്ലെ ഒരു മാസം വരുമാനം വാങ്ങിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു 1000 റുപ്പീസിൽ സ്റ്റാർട്ടപ്പ് മാത്രം മതി. ഇതിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ക്ലബ്ബുകൾ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് അല്ലെ, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ്. എന്താണ് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ,
കമ്പനി നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ ഈ ഈ ചാനലൊക്കെ എടുത്ത് അറിയാൻ പറ്റും അല്ലെ. നമുക്ക് സീലിംഗ് ലിമിറ്റ് ഉണ്ട് എല്ലാത്തിലെ, സീലിംഗ് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ക്ലബ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർട്ടർ ക്ലബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 25 കോടിക്ക് 5000 രൂപ തീരെയാണ്. ഈ ഒരു ദിവസം നമ്മുടെ ടീമൊക്കെ വലുതായി ചിലപ്പോൾ ഒരു ദിവസം 100 200 പേരൊക്കെ ഒറ്റയടിക്ക് ആക്ടിവേഷൻ ആകുമ്പോൾ ഒരു വാഷ് ഔട്ട് വരും അല്ലെ. എല്ലാ ബിസിനസ്സുകളിലും അല്ലെ വാഷ് ഔട്ട് നമുക്ക് കിട്ടാത്ത പൈസയാണല്ലേ. നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടാത്ത പൈസയാണ് വാഷ് ഔട്ട് ആയി പോകുന്നത്. നമുക്ക് അനുഭവിക്കേണ്ട പൈസയാണ്. പല മിക്ക ബിസിനസ്സുകളിലും ഇത് ലാപ്സ് ആയിട്ട് പോവാ ചെയ്യാറില്ല, കിട്ടാണ്ട് ടീമൊക്കെ ഡെവലപ്പ് ആയി വരുമ്പോൾ തുടക്കത്തിൽ കുഴപ്പമില്ല. അവിടെ കമ്പനി നമുക്കൊരു പ്രൊവിഷൻ തരുന്നുണ്ട്, ഒരു വരുമാനം കൂടെ തരുന്നുണ്ട്. ഇന്റർനാഷണൽ ടേൺ ഓവർ ബിസിനസ് കമ്പനിയുടെ ടോട്ടൽ അല്ലെ ടേൺ ഓവർ അല്ലെ ബിസിനസിന്റെ 5% കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടി. ഇത്രയും റാങ്കുകൾ കമ്പനി തരുന്നുണ്ട്, ഇത്രയും റാങ്കുകൾ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അതിൽ ഓക്സിറൈസർ നമ്മുടെ സ്റ്റാർട്ടപ്പ് റാങ്ക് ആണ്. ഓക്സിറൈസർ ഇവിടെ RP നമുക്കറിയാം 10 RPയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 10 RP വരുന്നത്. 500 RP എന്ന് പറയുമ്പോൾ 50 അല്ലെ ID വെക്കുമ്പോൾ ഒരു ID 10 RP ആണെങ്കിൽ 500 RP ആണെങ്കിൽ 50 ID വരണം. നമ്മുടെ വരുമാനം 10000. അപ്പൊ നമ്മൾ ആലോചിക്കാം, നമുക്ക് 25 ജോഡി സീലിംഗ് ആകുമ്പോൾ 5000 കിട്ടും. 50 ജോഡി വരുമ്പോൾ എത്ര? 10000 രൂപ കിട്ടും. നമുക്ക് ഒരു ദിവസം 50 ജോഡി ഒന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം 10 ജോഡി വന്നു, പിറ്റേ ദിവസം 10 ജോഡി വന്നു, ഇങ്ങനെ നമുക്ക് ഒരു ഏകദേശം 50 ജോഡി പെയർ മാച്ച് ആയി വിചാരിക്കുക. നമുക്ക് 10000 രൂപ വരുമാനം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ ഓക്സിറൈസർ എന്ന് പറഞ്ഞ ഒരു റാങ്കിലൂടെ നമ്മൾ എത്തണ്ടാവും. എന്താ ഈ റാങ്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സിൽ നിന്ന് കമ്പനി എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ എമൗണ്ട് ഈ പൂളിലോട്ട് ആഡ് ചെയ്യും. 5000 രൂപ ഒരു മാസം 5000 രൂപ വരെ നമുക്ക് ഓക്സിറൈസർക്ക് ഒരു ബെനിഫിറ്റ് ഇവിടെ തരുന്നുണ്ട്, ഒരു ബോണസ് ആയിട്ട് കമ്പനി തരുന്നുണ്ട്. ഇത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കൊരു വാഷ് ഔട്ട് ആവുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു വാഷ് ഔട്ട് ആവുമ്പോൾ ഇത് കൗണ്ട് ചെയ്യില്ലല്ലോ, പക്ഷെ ഇതിൽ കൗണ്ട് ചെയ്യും. വാഷ് ഔട്ട് ആയി പോകുന്ന RP ഇതിനകത്ത് കൗണ്ട് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഒരു ദിവസം 500 അല്ലെ, നമുക്കിപ്പോ ഒരു ടോട്ടൽ 500 RP, ഒരു 50 പെയർ മാച്ച് നമ്മുടെ താഴെ വന്നാൽ മതി. വാഷ് ഔട്ട് എല്ലാം കൂട്ടിയിട്ട് 50 പെയർ മാച്ച് വന്നു കഴിഞ്ഞാൽ 10000 രൂപ വരുമാനം കിട്ടുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ 5000 രൂപ കമ്പനി എക്സ്ട്രാ തരുന്നുണ്ട്. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടില്ല, 2 മാസം കൊണ്ട് കിട്ടുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഓരോ ഈ ഒരു തുക വരെ നമുക്ക് കിട്ടും. നമ്മളിപ്പോ എടുത്തില്ല പൈസ, 5000 ആവണ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5000 ആവുമ്പോൾ നമുക്ക് വിഡ്രോ എടുക്കാൻ പറ്റും നമുക്ക്. ഇതാണ് നമുക്ക് ഓക്സിറൈസർ കിട്ടുന്ന പൈസ. ഇത് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നതാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട്. ദെൻ ഓക്സിറൈഡർ ഇതുപോലെ തന്നെ അല്ലെ. നമുക്കറിയാം 50 RP ആണെങ്കിൽ ഇവിടെ 1000 RP ആണ്. അപ്പോൾ 100 ജോഡി 20000 രൂപ വരുമാനം കിട്ടുന്ന സമയത്ത് നമ്മൾ 10000 രൂപയുടെ ഇത് വരുമാനം കിട്ടാനുള്ള ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ് ടു 10000 ഉണ്ട്. 10000 വരെ നമുക്ക് അതിൽ നിന്ന് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അടുത്ത് 25000 ആണ്, പിന്നെ 50000 ആയി, 1 ലക്ഷമായി, 2.5 ലക്ഷമായി. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ 100 കോടി രൂപ വരെ നമുക്ക് വരുമാനം കിട്ടാൻ പറ്റുന്ന പൊസിഷൻ ഇത് അല്ലെ. RPs and ITBR കാൽക്കുലേറ്റ് അക്യുമുലേറ്റ് ഡീൽസ്. നമുക്കിത് അക്യുമുലേറ്റീവ് ആണ്. നമുക്ക് അറിയാം, ഇപ്പൊ ഇന്ന് 10 ജോഡി ആയി, നാളെ 10 ജോഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ദിവസം തന്നെ 500 RP വന്നോ ആവശ്യമില്ല. ഓരോ ദിവസം വരുന്നത് ക്യാരി ഫോർവേഡ് നമുക്ക് അക്യുമുലേറ്റീവ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇതാണ് ടേൺ ഓവർ ബിസിനസ്. ഇതും നമുക്ക് കിട്ടുന്ന പൈസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ 1 പാൻ കാർഡിൽ 1 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 90% പ്രോഫിറ്റ് കമ്പനി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അത് മാത്രമല്ല 5% TDS ടാക്സ് കട്ട് ചെയ്തിട്ടും 5% ഫെസിലിറ്റേഷൻ ചാർജും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പൈസ വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വരുന്ന പൈസ നമ്മുടെ ഇതിൽ നിന്ന് TDS കട്ടായി പോകുന്നുണ്ട്. നമുക്ക് ടാക്സ് ഓൾറെഡി പേ ചെയ്തിട്ടാണ് നമുക്ക് പൈസ വരുന്നത്. ജനറേഷൻ പ്ലാനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. മിക്കവരും ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ മാസവും ഒരു 10th നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് ഓൾറെഡി ടാക്സ് കട്ട് ചെയ്തിട്ട് വരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഈ ടാക്സിന്റെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും, കറക്റ്റ് ടാക്സ് പേ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സബിൾ ആയി പൊക്കോളും. നേരത്തെ പറഞ്ഞ ബില്ലിംഗ് ക്ലബ്ബ് എന്ന് ഇടക്കൊന്ന് മിസ് അലോക്കേറ്റ് ചെയ്ത് ആയിപ്പോയതാണത്. നേരത്തെ പറഞ്ഞ ബില്ലിംഗ് ക്ലബിനെ കുറിച്ചാണ്. ആ പറഞ്ഞില്ല 10 ലക്ഷം രൂപയുടെ 4ാമത്തെ ക്ലബ്ബാണിത്, ഓട്ടോമാറ്റിക്കലി കയറി വന്നതാണിത്. ഓക്കെ, ഇനി എന്താണ് റീപർച്ചേസ്? നമുക്കറിയാൻ പറ്റും, നമ്മളിതൊക്കെ ആളുകളെ കൊണ്ടുവന്നു, ചുമ്മാ ആളുകളെ കൊണ്ട് ഒരാൾ വന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വന്ന് അയാൾ വന്ന് ഫസ്റ്റ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞു അല്ലെ. ഇനി എന്താണ് ബെനിഫിറ്റ്? കമ്പനി റീപർച്ചേസ് എന്നൊരു ഓപ്ഷൻ തരുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെ വെച്ചാൽ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ, നമ്മുടെ സപ്ലിമെന്റുകൾ ഉണ്ട് ഇഷ്ടംപോലെ. റീപർച്ചേസിൽ കിട്ടാവുന്ന നല്ല വരുമാനം കിട്ടാവുന്ന പ്രൊഡക്ട്സുകളാണ് എല്ലാവരും. അതുപോലെ തന്നെ ആമസോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഓക്സി ആമസോൺ. നമ്മുടെ കമ്പനിയുടെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ, ആപ്പിൽ കയറി കഴിഞ്ഞാൽ ആമസോണിന്റെ ഇതുപോലെ തന്നെ ഒറിജിനൽ ഒരു ആപ്പ് കാണാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിന്റെ തന്നെ ഒരു പർച്ചേസിങ് ആപ്പിലോട്ടാണ് പോകുന്നത്.
ഇപ്പൊ കുറച്ച് പ്രൊഡക്റ്റുകളുള്ളൂ. പക്ഷെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സുകളും വരുന്ന തരത്തിലോട്ട് കമ്പനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ടീമിൽ ഒരാള് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താലും പൈസ കിട്ടുന്നുണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൺലൈൻ പർച്ചേസ് വളരെ കൂടുതലാണ്. അതായത് ചാനൽ പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഒരു ഏരിയയില് ഇപ്പൊ നമ്മളിപ്പോ ഒരു ചാനൽ പാർട്ട്ണർ ആവാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്ത് നമുക്കൊരു ടീമൊക്കെ 100 പേരുടെ ടീമായി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടപ്പ് കഴിഞ്ഞ് പ്രീമിയം 10,000 ക്ലബിൽ ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ചാനൽ പാർട്ട്ണർ ആവാനുള്ള അവസ്ഥ തരും. നമ്മുടെ ഏത് പിൻകോഡിലാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മുടെ ഐഡിയ അടിച്ചിരിക്കുന്നത്, ആ പിൻകോഡിൽ ചാനൽ പാർട്ട്ണർ ആവാം. ചാനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകള്, ഫിഷിന്റെ കട, അല്ലെങ്കിൽ നമുക്ക് ബാർബർ ഷോപ്പ്, ഓട്ടോറിക്ഷകള്, ടാക്സികള്, ടു സെഡ് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കമ്പനിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ കണക്ട് ചെയ്തതിന്റെ ഗുണമെന്ന് വെച്ചാൽ അവിടെ വരുന്ന പർച്ചേസുകൾ, നമ്മുടെ ഓക്സിജനോട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ വരുന്ന പർച്ചേസുകൾ, ആ കടയിൽ നിന്ന് നമ്മുടെ ടീമിലല്ല, ആര് വന്ന കടയിൽ നിന്ന് ഓക്സിജനോട് കണക്ഷൻ ചെയ്ത ആളുകൾ പർച്ചേസ് ചെയ്താലും ഈ ചാനൽ പാർട്ണർ ആയി നിൽക്കുന്ന ആൾക്ക് ലൈഫ് ടൈം വരുമാനം ഉണ്ടാവും. നിങ്ങൾ പോലും അറിയില്ല. ചിലപ്പോൾ ഒരു ചിക്കൻ സ്റ്റോറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ വാങ്ങാൻ വരുന്ന ഓക്സിജനിൽ വരുന്ന ഒരു 100 പേര് തന്നെ ആയിരിക്കാം. എല്ലാ മാസവും 100 പേര് അവിടെ നിന്ന് ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവര് വീട്ടിലൂടെ ആ ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ കണക്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി ചിലപ്പോൾ ഒരു 3000 രൂപ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 100 പേരുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി എത്ര രൂപ ബിസിനസ് ആയിരുന്നു. ഇതിന്റെയൊക്കെ വരുമാനം കിട്ടും ആ ചാനൽ പാർട്ട്ണർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കര അവസരമാണ്. പക്ഷെ എല്ലാവർക്കും കിട്ടില്ല. ഒരു ഏരിയയിൽ ഒരാൾക്ക് കിട്ടുള്ളൂ. ആരാണോ അത് അച്ചീവ് ചെയ്യുന്നത് അയാൾക്ക് അത് കിട്ടുള്ളൂ. പക്ഷെ ആ വരുമാനം നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഉണ്ടാവും. റീപർച്ചേസ് പ്ലാൻ തന്നെ നമുക്ക് കുറെ ടൈപ്പ് ഉണ്ട്. അല്ല, പേഴ്സണൽ പർച്ചേസിംഗ് 10 per RP, 19 കംപ്രസ്ഡ് ലെവലിംഗ് ഉണ്ട്. 19 തരത്തില് നമുക്ക് ഈ കിട്ടുന്ന റീപർച്ചേസ് കിട്ടുന്ന വരുമാനം 19 ലെവലിൽ തരുന്നുണ്ട്. റിവാർഡ്സ് ഉണ്ട്, ഡെവലപ്മെന്റിംഗ് ഉണ്ട്, ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്. റീപർച്ചേസ് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് പർച്ചേസ് ആണെങ്കിൽ അതിന് ശേഷം ഈ വരുന്ന ആളുകളിൽ നിന്നും വീണ്ടും നമുക്ക് ലൈഫ് ടൈം വരുമാനം കിട്ടാവുന്ന ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. പേഴ്സണൽ പർച്ചേസ് ഇൻകം അത് തന്നെ കുറച്ചും കൂടി പറഞ്ഞു, 19 ലെവൽ ഇൻകം ഉണ്ട്. ഇതാണ് റിവാർഡ്സുകൾ, നമുക്ക് കിട്ടുന്ന റിവാർഡ്സുകൾ. ഇവിടെ നമുക്ക് പല റാങ്കുകൾ ഉണ്ട്. ഇതിൽ കിട്ടുന്ന വരുമാനമാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് റിവാർഡ്സ് കൂടി തരുന്നുണ്ട്. ഗോൾഡ്, ഗോവ ട്രിപ്പ്, തായ്ലാൻഡ്, ദുബായ്, ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം റീപർച്ചേസിന്റെ വരിയിൽ. ഇവിടെ ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഒരു 3 ടീമിൽ നിന്നായിരിക്കണം നമ്മുടെ ഈ റീപർച്ചേസ് വരേണ്ടത്. നമ്മൾ 2 പേരെ കൊണ്ടുവന്നു, നമുക്ക് ഫസ്റ്റ് പർച്ചേസ് വരുമാനം കിട്ടും. റീപർച്ചേസ് കിട്ടണമെങ്കിൽ നമ്മൾ 3 ടീമിൽ നിന്ന് 3 പേരെങ്കിലും സ്പോൺസർ ചെയ്ത 3 ടീമിൽ നിന്നുള്ള ബിസിനസ്സാണ് കമ്പനി നോക്കുന്നത്. കാരണം കമ്പനി നോക്കുന്നത് ആരാണോ ബിസിനസ് ചെയ്യുന്നത്, ആരാണോ വർക്ക് ചെയ്യുന്നത്, അവർക്ക് വരുമാനം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ദെൻ ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഇൻകം, ഇത് റീപർച്ചേസ് ഇൻകം വരുന്നതാണ്. ഗ്ലോബൽ റോയൽറ്റി വരുന്നുണ്ട്, ഓരോ പെർസെന്റേജുകളാണ്. ഇങ്ങനെ കുറെ വരുമാനങ്ങൾ നമുക്ക് റീപർച്ചേസ് കമ്പനി തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. അഡീഷണൽ ഞാൻ പറഞ്ഞ ചാനൽ പാർട്ണർക്ക് കിട്ടുന്ന വരുമാനം ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇഷ്ടംപോലെ പ്രോജക്റ്റുകളാണ് വരുന്നത്. നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ പലതും നമ്മളിപ്പോ കണക്ട് ചെയ്തിരിക്കുന്ന, ഇപ്പൊ ടെക്നോളജിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അതും നമുക്ക് വരുമാന സ്രോതസ്സായിട്ട് മാറാൻ പോവുകയാണ്. നമ്മളിപ്പോ ഡെയിലി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇപ്പൊ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോസറി പ്രൊഡക്റ്റുകൾ മാത്രമല്ല, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോ പേയ്മെന്റ് നടത്തുന്ന അല്ലെ, നമുക്കറിയാം, നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന പല പ്രോഫിറ്റ് കിട്ടാവുന്ന പല മേഖലകളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് ഒറ്റ കുടക്കീഴിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ശരിക്കും ആലോചിക്കുന്നത് സ്റ്റാർട്ടപ്പ് ബിസിനസ് കേൾക്കുന്ന ഏതൊരാൾക്കും അല്ലെ ഇൻട്രസ്റ്റ് ആവാറുണ്ട് ബിസിനസ് ചെയ്യാൻ. അതിലൂടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അല്ലെ. നമുക്കറിയാം, ഒരു 1000 രൂപയുടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് വലിയൊരു വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഇതിലൂടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, കമ്മ്യൂണിറ്റിയിൽ വരുന്ന ബിസിനസ് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുക അല്ലെ. ഓൺലൈൻ പർച്ചേസ്, ആമസോൺ ഒക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിൽ മാത്രം അല്ലേ. ആമസോണിന്റെ അല്ലെ, നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ അടുത്ത് ആമസോണിന്റെ വ്യക്തി ഉണ്ട് അവിടെ അല്ലെ, ഓണർ ഉണ്ട്. അപ്പോ അത്രയും ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നല്ലേ, നമ്മൾ കണക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും അവർ ഓൾറെഡി അല്ല മിക്കവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ സാധാരണ വീടുകളിൽ പോലും ഓൺലൈൻ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാറുന്ന ആൾക്കാരല്ലേ. എല്ലാവരും പരിചയപ്പെട്ടു അല്ലേ, ആ ഒരു രീതിയിലോട്ട് വന്നു. അപ്പൊ അവിടുന്ന് അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഒരു ചാൻസ് കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട് അല്ല. പിൻകോഡ് ബേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പിൻകോഡ് ബേസിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോറുകൾ ആഡ് ചെയ്യാനുള്ള ചാനൽ പാർട്ണറായിട്ട് ആഡ് ചെയ്യാനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട് കമ്പനി. റെഡിയും വാലറ്റ്, ഗിഫ്റ്റ് വൗച്ചർ, ഇഷ്ടംപോലെ കാര്യങ്ങൾ കമ്പനി തരുന്നുണ്ട്. ഇതാണ് കമ്പനിയുടെ റീപർച്ചേസ് പ്ലാൻ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് ഈ ബിസിനസ്സിൽ വരുമാനം വാങ്ങിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഏതെങ്കിലും പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ
പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ എന്താണ് നമ്മുടെ ക്ലബ്ബുകളിലൂടെ അല്ലെ, നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, മിലേനിയം ഉണ്ട്, ബില്ലേനിയം ക്ലബ് ഉണ്ട്, ട്രില്യൺ ക്ലബ് ഉണ്ട് അല്ലെ, 5 ക്ലബ്ബുകൾ നമുക്ക് തരുന്നുണ്ട്. അതിൽ വേറെ ഒന്നും വേണ്ട, ആദ്യത്തെ 3 ക്ലബ്ബ് അല്ലെ, സ്റ്റാർട്ടപ്പ് ക്ലബ്ബ്, പ്രീമിയം അല്ലെ, നമുക്ക് ബില്യൺ ക്ലബ്ബ് അല്ലെ, അപ്പൊ 1000, 10,000, 1 ലക്ഷം. ഈ 3 ക്ലബ്ബുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും അല്ലെ. 1000 രൂപയുടെ പ്ലാനിൽ നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് എത്രയാണ്? 5000 രൂപ. 10,000 കിട്ടുന്നത് 20,000 രൂപ. 1 ലക്ഷത്തിൽ കിട്ടുന്നത് 2 ലക്ഷം രൂപ. അപ്പൊ 2,25,000 രൂപ ഒരു ദിവസം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ടീം ബിൽഡ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? 1000 റുപ്പീസിന്റെ ബിസിനസ് മാത്രം. അതും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യം അറിയേണ്ടത്, നിങ്ങൾ 10,000ന്റെ ഈ പ്ലാനിലും 1 ലക്ഷത്തിന്റെ പ്ലാനിലും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് 1000 വരുന്ന അതേ നമ്മുടെ ടീം തന്നെയാണ് 10,000 വരുന്നത്. നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അല്ലെ, ശരിക്കും ബിസിനസ് പറഞ്ഞാൽ അല്ലെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഫോളോ ദ ലീഡേഴ്സ് എന്ന് പറഞ്ഞല്ലേ, നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട്. അപ്ലൈനെ ഫോളോ ചെയ്യാൻ പറയാറുണ്ട്. സെയിം രീതിയിലാണ് അപ്ലൈൻ എന്താണ് പോകുന്നത്, അതേ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് തരുന്നുണ്ട്. ഇനി എന്താണ് ഓക്സിജൻ? ഞാൻ അത് പറഞ്ഞല്ലേ, നമ്മൾ പരിചയപ്പെട്ടത് ഓക്സിജനോ എന്ന കമ്പനിയുടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ, ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ, ഓക്സിബേ എന്ന് പറഞ്ഞാൽ അല്ലെ, എംപവറിംഗ് കണക്ഷൻസ് എലവേറ്റിംഗ് സിസ്റ്റം അല്ലെ, നമ്മൾ കണക്ഷനിലൂടെ, നമ്മൾ വരുന്ന കണക്ഷനിലൂടെ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്സിബേ എന്ന് പറഞ്ഞു അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പറ്റും ലീഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ഏത് ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ വലിയ സ്വപ്നങ്ങളൊക്കെ എല്ലാം ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യും, പക്ഷെ എങ്ങനെ എത്തണം എന്ന് അറിയില്ല. ആ റൂട്ട് അറിയില്ല. എങ്ങനെ ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കൊണ്ടുവരാം. തിയറിയൊക്കെ എല്ലാവരും പഠിക്കും, പക്ഷെ പ്രാക്ടിക്കൽ വരുമ്പോഴാണ് എല്ലാവർക്കും പെട്ടുപോകുന്നല്ലേ. അവിടെയാണ് ഓക്സിബേ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ ഓക്സിബേയായിട്ട് കണക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ ടീമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പും, അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ, ബിസിനസ് ടൂളുകൾ, നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, പല ട്രഡീഷണൽ ബിസിനസ് ഒക്കെ മാറി. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് തന്നെ ബാഗും നോക്കി പ്രൊഡക്റ്റും കൊണ്ട് ആളുകളെ മുന്നിൽ പോകുന്ന രീതികളൊക്കെ വളരെ മാറി. നമുക്ക് ഇപ്പോ ആ രീതി കൊണ്ട് നമുക്ക് ഒരു പരിധി രീതിയിൽ ബിസിനസ് വളർത്തിയെടുക്കാന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്ന ബിസിനസ്സാണ്. ഇപ്പൊ ടെക്നോളജിയുടെ സമയമാണ് അല്ലെ. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് വളർത്താൻ പറ്റും. ഇത് കോണിലോട്ട് ആ ഒരു ടെക്നോളജിയാണ്, ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഓക്സിബേ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ വാട്സപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ വഴി നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയ, നമുക്ക് ഫിസിക്കൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല, അതിനും വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ലിമിറ്റഡ് ടൈമിന്, ലിമിറ്റഡ് എഫേർട്ടിന് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷനിലൂടെ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ടൂൾസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, സപ്പോർട്ട് തരുന്ന ഒരു ഗ്രൂപ്പാണ് ഓക്സിബേ ഇന്റർനാഷണൽ. അതിന്റെ യൂട്യൂബ് ചാനലാണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്കിൽ ഓക്സിബേനെ കിട്ടുന്നുണ്ടാവും. നമ്മുടെ കൂടെ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് അല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒത്തൊരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവിധ ഹെൽപ്പും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ചു ചോദിക്കാം. സപ്പോർട്ട് വേണമെങ്കിലും, ഒരാളുടെ ബിസിനസ് കൊടുക്കാൻ പറയാനാണെങ്കിലും, നമുക്ക് ബിസിനസ് പ്ലാൻ കേൾപ്പിക്കാനാണെങ്കിലും സപ്പോർട്ട് നമ്മൾ തരുന്നുണ്ടാവും. നമ്മൾ തുടക്കം മാത്രം, ഇന്നൊരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാവിധ ട്രെയിനിങ്ങുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് മാത്രമല്ല, ഇത് പ്രസന്റേഷൻ ആണെങ്കിൽ ഇനി വരുമ്പോൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ത് മൂവ് ചെയ്യണം, ബിസിനസ് ലീഡർഷിപ്പ് എങ്ങനെ വരണം, ഒരു ലീഡർ ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കണക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്സിബേയുടെ നമ്പറിൽ കണക്ട് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് വരാം. വന്നു കഴിയുമ്പോൾ നിങ്ങളെ നമ്മുടെ ആക്റ്റീവ് ഗ്രൂപ്പിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ചാറ്റ് ബോക്സ് ചോദിച്ചാൽ നമുക്ക് അതിന്റെ മറുപടി തരുന്നതായിരിക്കും.